ഞങ്ങൾ ഇന്നും വീട്ടിലോട്ട് പോകുന്നില്ല എന്ന് തന്നെ തീരുമാനിച്ചു കേട്ടോ. യാത്ര അതിനിടയ്ക്ക് വെച്ച് വീണ്ടും ഒന്ന് കൂട്ടി വെച്ചാൽ മൊത്തം ചെതലരിക്കുന്നതല്ല. അപ്പൊ നമ്മള് കോട്ടയം ടൗണിലേക്ക് നഗരിയിലേക്ക് സ്വാഗതം എന്ന് എഴുതിയിരിക്കുകയാണ് ഇവിടെ. എന്തുകൊണ്ടാണെന്നറിയോ? എന്തുകൊണ്ടാ അക്ഷര നഗരി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അക്ഷരം എന്ന് പറഞ്ഞാൽ അറിയാം. ഏറ്റവും നല്ല അച്ചടി ഭാഷ സംസാരിക്കുന്ന ജില്ലക്കാരാണ് കോട്ടയംകാര്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നമ്മള് കോട്ടയം ജില്ലയിലേക്ക് എത്തിയിരിക്കുകയാണ്. കോട്ടയം ജില്ലയിൽ ആരും നമ്മള് കുറെ സമയമായിട്ട് ഇന്നലെ മുതൽ കോട്ടയം ജില്ലയിലുണ്ട്. ഇന്ന് നമ്മള് കോട്ടയം ടൗണിലോട്ട് കയറിയേക്കാണ്. ടൗണിൽ കയറുന്ന ഇന്നിപ്പോ ഞായറാഴ്ച ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും കാണാനും കേൾക്കാനും ഇല്ല. അപ്പോ നല്ല വെയിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പോ ഇങ്ങനെ ഒരു നല്ല കട നോക്കി പോകുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് ഡ്രസ്സ് എടുക്കണമെന്നൊരു ആഗ്രഹം. എന്തെങ്കിലും അവർക്ക് മേടിച്ചോണ്ട് പോകണം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ കട നോക്കി ഇറങ്ങിയത്. പക്ഷെ കടയൊന്നും കാണുന്നില്ല കേട്ടോ. അപ്പൊ ഇതാ നമ്മുടെ എന്താ പറയാ അടുത്ത ബോർഡ് കണ്ടോ? ശബരിമല കുമരകം തിരുവനന്തപുരം വിട്ടാലോ? പിള്ളേരെ കാണാനുള്ള ആഗ്രഹം മൂത്ത് വരുമോ? ഓരോ ദിവസം ചെല്ലുന്നതനുസരിച്ച് പിള്ളേര് ഇല്ലാത്തതിന്റെ ഒരു മനസമാധാനക്കേടല്ലേ. അവരോട് കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ അടിച്ചു പൊളിച്ചങ്ങ് പോയേനെ. കുഞ്ഞു കടകളാണ്. അവിടെ ഒരു സുഖം തോന്നുന്നില്ല. നമുക്ക് നോക്കാം. ഞങ്ങളിങ്ങനെ തപ്പി നടക്കുക കേട്ടോ. അപ്പൊ എന്തായാലും സ്ഥലം അറിയില്ലാത്തോണ്ട് കടകളൊക്കെ എവിടെയാന്ന് അറിയില്ലാത്തോണ്ട് അറിയത്തില്ല. നമ്മളിതാ ഇരുമ്പ് കമ്പി കൂട്ടി വെച്ചേക്കുന്നത് കണ്ടോ? ഇരുമ്പ് കമ്പി കൂട്ടി വെച്ചാൽ മൊത്തം ചെതലരിക്കുന്നതല്ല. നേരെ ഞാൻ കോട്ടയത്തിൽ വന്നെങ്കിൽ ഈ പൈപ്പ് ഇരുമ്പ് പൈപ്പ് ഞാൻ കണ്ടിട്ടില്ല. ഇതുണ്ടല്ലോ എന്തുവാന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾ ആരെങ്കിലും അറിയാവുന്ന രീതിയിലെ ഡബിൾ ഡെക്കർ കണ്ടോ? ബസ് ഇപ്പൊ ഇഷ്ടംപോലെ കാണുന്നല്ലേ. ഡബിൾ ഡെക്കർ ബസ് നീ കണ്ടിട്ടില്ല? ഡബിൾ ഡെക്കർ ബസ് എപ്പോഴും കാണുമോ നമ്മള്? പിന്നെ നമ്മുടെ വീട്ടിൽ കൂടെ മുറ്റത്തൂടെ അതിൽ എത്ര എണ്ണം പോകുന്നേ. കടകളല്ലേ വഴിയോര കച്ചവടം. അങ്ങോട്ട് മൊത്തം അതല്ലോ. നമുക്ക് നടക്കണമെങ്കിൽ വണ്ടി എവിടെയാലും നിർത്താനുള്ള സൗകര്യം ഉണ്ടാവണം. വണ്ടി നിർത്തിയതിന് ശേഷം നടക്കാം. അങ്ങോട്ടൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. പക്ഷെ നിർത്താൻ പറ്റുവാണെങ്കിൽ പക്ഷെ നമ്മള് ഒരു കട കണ്ടെത്തിയിരിക്കുന്നു. ലക്ഷ്മി സിൽക്സ് എന്നാണ് പേര്. അവിടെ എന്തായാലും തുറന്നിട്ടുണ്ട്. കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട്. നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു. ഒന്ന് കേറി നോക്കാം അല്ലേ? ലക്ഷ്മി സിൽക്സിൽ വന്ന ആദ്യമായിട്ട് വരും കേട്ടോ. ഡിസ്പ്ലേയിലൊന്നും ഡ്രസ്സുകളൊന്നും കാണുന്നില്ല. കാര്യമായിട്ട് എടുക്കും. ഒരു ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് കേറി നോക്കാം അല്ലേ? ഞാൻ വീഡിയോ എടുത്താ വളരെ 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 കഷ്ടപ്പെട്ട്. അതെ ഹായ് സുഹൃത്തുക്കളെ. അപ്പോൾ ഞങ്ങൾ കോട്ടയത്തോട് തൽക്കാലത്തേക്ക് ഇവിടെ പറയുകയാണ്. ഇനി ഇപ്പം നേരെ പോകുന്നത് കുടുംബത്തോട്ടാണല്ലേ. കാരണം പിള്ളേരെ കണ്ടില്ലെങ്കിൽ ശരിയാകത്തില്ല. അപ്പോൾ 3-4 ദിവസത്തെ കറക്കമായി. 4-5 ദിവസമായിരുന്നല്ലോ നമ്മൾ ഇറങ്ങിയിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ ആദ്യമായതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിച്ചത്ര ഫാസ്റ്റായിട്ട് കാര്യങ്ങളൊന്നും നടന്നോന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മൾ ഉദ്ദേശിച്ചത്ര സ്പീഡിൽ കാര്യങ്ങൾ നടന്നിട്ടില്ല. പിന്നെ കൈ രണ്ടും നല്ല പറഞ്ഞു പോകുന്ന വേദനയായി കേട്ടോ, വണ്ടി ഓടിച്ചോടിച്ച്. പിന്നെ അതുപോലെ തന്നെ ശരീരം മൊത്തം ഒരു 2-3 കിലോ വെയിറ്റ് എന്തായാലും കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് നമ്മുടെ ഉദ്യമത്തെ ബാധിക്കുകയില്ല. നമ്മൾ വീണ്ടും ഇതുമായിട്ട് പൂർവാധിക ശക്തിയോടെ തന്നെ തിരിച്ച് വീണ്ടും വരും. നമ്മൾ വീട്ടിൽ ചെല്ലുന്നു. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കാൻ പറ്റുമല്ലോ ഒരു കാര്യങ്ങളും. ഇത് യാത്ര പോലും നമ്മൾ പ്ലാനിങ് അല്ലായിരുന്നു. പെട്ടെന്ന് തോന്നി പോയേക്കാമെന്ന് തോന്നി. നേരത്തെ തൊട്ട് ആഗ്രഹം ഉണ്ടെങ്കിലും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു എന്ന് പോകണം എന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് തോന്നി, പെട്ടെന്ന് പോന്നു എന്ന് പറഞ്ഞ പോലെയാണ് ഞങ്ങളുടെ ഓരോ യാത്രകളും. ഞങ്ങൾ വീട്ടിൽ പറഞ്ഞിട്ട് പോലും ഇല്ല ചെല്ലുന്ന കാര്യം, ഇന്ന് ചെല്ലും എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ അതെ. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ഒരുപാട് രാത്രിയായി. ഇപ്പോൾ തന്നെ സമയം 6 മണിയാവാറായിട്ടുണ്ട്. അപ്പോൾ ചെല്ലുമ്പോൾ ഒരു 4 മണിക്കൂർ കുറഞ്ഞത്. പിന്നെ ഇടയ്ക്ക് നമ്മൾ വണ്ടി നിർത്തിയും പയ്യെ പോവുള്ളൂ. നമ്മൾ ഇറങ്ങി ഏറ്റുമാനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അതെ, ഞങ്ങൾ ഇന്നും വീട്ടിലോട്ട് പോകുന്നില്ല എന്ന് തന്നെ തീരുമാനിച്ചു കേട്ടോ. യാത്ര അതിനിടയ്ക്ക് വെച്ച് വീണ്ടും ഒന്ന് ട്വിസ്റ്റ് ആയിരിക്കുകയാണ്. മൊത്തം ട്വിസ്റ്റ് ആണ് കേട്ടോ യാത്രയിൽ. ഈ വഴി അറിയാൻ തോന്നുന്നല്ലോ.
ആ ഈ വഴി എനിക്കറിയാം, അതുകൊണ്ടല്ലേ ഗൂഗിൾ മാപ്പ് ഒന്നും നോക്കാതെ തിരിഞ്ഞു, അല്ല നേരെ വിട്ട് പോയാണ് പല സ്ഥലം. ഇവിടെ നിന്ന് നേരെ പോകുന്നത് തൊടുപുഴയ്ക്കാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ വീട്ടിലേക്ക് പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. ഒരു ദിവസം കൂടെ ഞങ്ങൾ തൊടുപുഴ സ്റ്റേ ചെയ്യുന്നതായിരിക്കും. അതെ, അപ്പോ നമ്മളിപ്പോ ഏറ്റുമാനൂർ എത്തിയിരിക്കുകയാണ്. ഏറ്റുമാനൂർ തൊടുപുഴ ഞങ്ങൾക്ക് ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ. പാലായിക്ക് എത്തുമ്പോൾ വിളിക്കണമെന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ പാല നമ്മൾ സ്റ്റേ ചെയ്യുന്നില്ല, നിൽക്കുന്നില്ല, കടന്നു പോവുകയാണ് ഞങ്ങളിപ്പം ഈ വീഡിയോ വരുമ്പോൾ തന്നെ 2 ദിവസം ചിലപ്പോൾ താമസിക്കും. കാരണം വീഡിയോ 2 പെൻഡിങ് ഉണ്ട്. കാരണം ഇടയ്ക്കൊന്നും നമുക്ക് കൃത്യമായിട്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ്ട് ഏറ്റുമാനൂർ ഇവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട്. ഇവിടെ ഇടത്തോട്ട് കാണിച്ച് ആ വഴി തിരിയുന്നില്ലേ, അതൊരു ചെറുതാക്കി കാണിക്കണം, എന്നാലേ കിട്ടുള്ളൂ. കണ്ടോ ഇവിടെയൊക്കെ അമ്പലത്തിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ ഏറ്റുമാനൂരുള്ള എല്ലാ നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും ഹായ്, സ്വാഗതം. എല്ലാവർക്കും ഒരു ഹായ്. നല്ല മഴ പെയ്യാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഇന്നലെ ഈ വൈകുന്നേരം സമയപ്പോഴത്തേക്കും അത്യാവശ്യം മഴ. നമ്മളവിടെ കോട്ടയം ചെന്നപ്പോഴത്തേക്ക് ഇച്ചിരി അല്ല, ഈ സമയം കഴിഞ്ഞപ്പോഴത്തേക്കും പതുക്കെ കാറ്റും ഒക്കെ ആയിട്ട് മഴ തൂളി തുടങ്ങിയായിരുന്നു. അപ്പം മിക്കവാറും ഇന്നും ഇവിടെ മഴ പെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്, ആകാശമൊക്കെ കണ്ടിട്ട്. പക്ഷെ നല്ല അടിപൊളി വഴിയാട്ടോ, അടിപൊളി വഴിയാ. ഇതിപ്പോ നമ്മുടെ പാല കോട്ടയം ഒക്കെ നമ്മുടെ KM മാണിയുടെ ആണോ പിന്നെ മണ്ഡലമല്ലായിരുന്നോ? ഇവിടെ ഒരു ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പാലാ ഭരണങ്ങാനം. ഓക്കെ, ഭരണങ്ങാനൊക്കെ പോകാൻ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട്. അങ്ങോട്ടൊക്കെ വഴി, ഇങ്ങോട്ടും വഴി, മൊത്തം വഴി. നല്ല അടിപൊളി വഴികൾ മാത്രമേ ഉള്ളൂ. സൂപ്പർ സ്ഥലമാണ് കേട്ടോ പാലായും ഒക്കെ. അപ്പൊ പാലായിലുള്ളവർ ആരൊക്കെയോ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പാലായിലെത്തുമ്പോഴത്തേക്കും. അതെ, ഞങ്ങള് പാലായിലെത്തുമ്പോ എന്തായാലും വീഡിയോ എടുക്കാം, സ്റ്റേ ചെയ്യുന്നില്ല. അതെ, പാലായിൽ നമ്മളൊന്ന് ചെറിയൊരു ചവിട്ട് സ്റ്റോപ്പ് അത്ര ഉള്ളേ. അതെ അതെ. അപ്പം പാല എത്തുമ്പോ കാണാം അല്ലേ. നമ്മള് പാലയിലേക്ക് കയറുന്നില്ല കേട്ടോ, അതിന് മുന്നേ പാലാതുണ്ട് കൂടുതൽ കാണുന്നത്. പാല ജോർജ് എന്റെ കോളേജ് അപ്പൊ നമ്മള് പാലയിൽ കയറുന്നില്ല, അതിന് മുന്നേ നമ്മള് തിരിഞ്ഞു വേറൊരു വഴി കേറി. ഇങ്ങോട്ടാണോ? മാണി ബൈപ്പാസ് റോഡ്. മനസ്സിലായ പോലെയല്ലോ ഗൂഗിൾ മാപ്പേ ഇതുമായി കാണിക്കുന്നേ. അപ്പൊ നമ്മള് പാല എത്തിയിരിക്കുകയാണ്. പാല ടൗണിലോട്ട് കേറിയിട്ടില്ല, ടൗണിൽ കേറാതെ നമ്മള് തൊടുപുഴയ്ക്ക് തിരിഞ്ഞേക്കാണ്. വേറെ ഏതോ വഴി തിരിഞ്ഞു. അതെ അതെ, ഏതോ വഴിയല്ല, തൊടുപുഴ റൂട്ടാണ് ഇപ്പൊ നമ്മള് പോകുന്നത്. ഈ വഴി വഴി കണ്ട കിടക്കുന്ന നല്ല സമയം 6:33 വഴി കിടക്കുന്നുണ്ട്. വഴി അങ്ങ് വരെ കാണാം കേട്ടോ, കണ്ടോ? അതായത് അങ്ങ് വരെ കാണാന്ന് വെച്ചാല് ഇവിടെ അങ്ങ് വരെ സ്ട്രെയിറ്റ് റോഡാ. ഒന്ന് പാലില്ലേ കൂടെ കേറിട്ട് കടകടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടേ കാണണേ. ഇതേ കേറുമ്പോഴേ ഇതാണോ അത് കേട്ടോ, ഇത് നല്ല സ്പീഡിൽ വരുന്നവരേ ഭയങ്കര ഹമ്പാണ്. നമ്മള് തൊടുപുഴ റൂട്ടിലൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. പാലായിൽ നിന്ന് തൊടുപുഴ റൂട്ടിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഉള്ള ഒരു ഹായ് ഇടണേ. ഇവിടെ ഇറങ്ങാനുള്ള ഒരു സൗകര്യം ഇല്ല. നല്ല കാർമേഘം മൂടി ആകാശം അങ്ങോട്ട് കറുത്ത് കിടക്കുക കേട്ടോ. വഴി വീണ്ടും അടിപൊളി വഴിയായി. നീ അതുകൊണ്ട് ഹമ്മണ്ട കേറല്ലേ. അതെ അതെ, അങ്ങ് വരെ കാണാൻ വഴി കണ്ടോ, അടിപൊളി വഴിയാന്നറിയാവോ. സ്ട്രൈറ്റ്. നിങ്ങളുടെ സ്ഥാനാർത്ഥി ആരാന്ന് പറയാം കേട്ടോ. ഒന്ന് ജോസ് കെ മാണി, ഒന്ന് മാണി സി കാപ്പൻ, ഒന്ന് ഷോൺ ജോർജ്. ഇതിൽ ആരാണ് ജയിക്കുക എന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പ്രവചിക്കണം കേട്ടോ. അറിയുന്നവർ പറയണേ. നിങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാര്, അവർക്കായിരിക്കുമല്ലോ കൂടുതൽ അതിനെ കുറിച്ചുള്ള നല്ല ഒരു പള്ളിയുടെ നോക്കണി. ഇത് കണ്ടോ, ഇതൊന്നും കാണുകയല്ലോ എന്ന് ഞാൻ ഓർക്കുന്നത്. ഞാൻ വണ്ടി ഓടിക്കുന്നതെല്ലാം ഞാൻ കാണുന്നുണ്ടല്ലോ. ഞാൻ കണ്ടത് ഈ ബിൽഡിംഗ് മിനി സിവിൽ സ്റ്റേഷൻ പാല. എല്ലാം കാണണം, കണ്ണ്. അപ്പം നമ്മുടെ ചുറ്റും നടക്കുന്ന എല്ലാത്തിനെ കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കണം, കാഴ്ചപ്പാടുണ്ടായിരിക്കണം. കുരുത്തോലൊക്കെ ആയിട്ട് അപ്പൊ നമുക്ക് പോകേണ്ടത് അങ്ങോട്ട് അല്ലേ. എങ്ങോട്ടാ എനിക്കറിയില്ല. ആ വഴിയാ? ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വഴിയാട്ടോ. നീയാണ് ഇതിലെ വരുന്നതെങ്കിൽ ഉണ്ടോ ആ പെണ്ണ് അവള് വണ്ടി ഓടിക്കുന്ന കണ്ടോ? ഒരമ്മ വണ്ടി ഓടിച്ചതാ. അമ്മയൊന്നും വലിയ പ്രായം നിലത്തിൽ പെണ്ണാ അല്ല, ഒരു ചേച്ചി, അവർ കൊച്ചു ഉറങ്ങിട്ടിരിപ്പുണ്ട്.
കൊച്ചിന്റെ ആ കൊച്ചിന്റെ അമ്മ നിന്നെ അങ്ങനെയാണെങ്കിൽ എങ്ങനെ വിളിക്കണ്ടേ ഇപ്പൊ? അമ്മന്നല്ലേ അമ്മൂമ്മന്ന് വിളിക്കും. എന്നെ അമ്മന്നല്ലേ വിളിക്കുക, ഞാനൊരു കൊച്ചിന്റെ അമ്മയല്ലേ. അമ്മയാണ് ആ ഒരു പെണ്ണെന്നല്ലേ പറയുള്ളൂ. അതിനെ അമ്മ എന്നൊരാളെ വിളിക്കാൻ അതൊരു അമ്മയാന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അമ്മയാണ് അല്ലെന്ന് ഞാൻ പറയുന്നില്ല. നമ്മളാ ഒരു അതിന് പറയാം എന്തിലട്ടെ വാ പോവാന്ന്. നമ്മളിപ്പോ പാല വിട്ടിരിക്കുകയാണ്. തൊടുപുഴ റോഡിലേക്ക് കയറിയിട്ടുണ്ട്. തൊടുപുഴ പാല അടിപൊളി റോഡാണ്. റോഡ് അടിപൊളിയാണ്, വഴിയാണ് കേട്ടോ. മണ്ണ് ഈരാറ്റുപേട്ട തൊടുപുഴ സ്ട്രൈറ്റ് ആട്ടോ. ഇനിയിപ്പോ വഴി അറിയാവോ? ഇനി നമ്മുടെ ഗൂഗിൾ മാപ്പിന് വേണ്ട. മാപ്പൊന്നും ഇല്ലല്ലോ, ഇനി കുഴപ്പമൊന്നുമില്ല. അന്ന് ഞാൻ ഓഫ് ചെയ്തു. ഇനി ഗൂഗിൾ മാപ്പ് വേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. വേണ്ട, കാരണം അല്ലെങ്കിലും കോട്ടയത്ത് ഇങ്ങോട്ട് ഗൂഗിൾ മാപ്പിന്റെ ആവശ്യമില്ല നമുക്ക്. പിന്നെ നിനക്കൊരു സന്തോഷത്തിന് വേണ്ടി വഴി തെറ്റാതിരിക്കാൻ വേണ്ടി ഞാൻ വെച്ചോളാം. ഞാനാണോ വണ്ടി ഓടിക്കുന്നേ? നിനക്ക് വഴി തെറ്റിപ്പോയോ, ടെൻഷനായോ? ഒരു ടെൻഷനും ഇല്ല, ഞാൻ വണ്ടി അതാണ് അറിയേണ്ടത്. നിന്റെ വായിന്നത് കേൾക്കണം. എന്റെ കൂടെ നിനക്ക് ഒരു ടെൻഷനും ഉണ്ടാവുകയില്ല. അങ്ങനെയല്ല. അപ്പൊ എന്റെ കൂടെ പോയാൽ നിനക്ക് ടെൻഷൻ ഉണ്ടോ? അങ്ങനെയല്ല. പിന്നെ അപ്പൊ ടെൻഷൻ ഇല്ലേ? ഈ മനുഷ്യൻ പറയാൻ സമ്മതിക്കുന്നില്ലല്ലോ. ഞാൻ വണ്ടി ഓടിക്കുമ്പോഴല്ലേ എനിക്ക് ടെൻഷൻ ഉണ്ടാവും. ഞാൻ വണ്ടിയുടെ സൈഡിലിരിക്കുമ്പോ എനിക്ക് എന്തിനാ ടെൻഷൻ? ഒരു ടെൻഷനും ഇല്ലായിക്കില്ല വണ്ടിയുടെ കാര്യത്തിൽ. എന്റെ അമ്മ എന്നാ സ്പീഡാ നോക്കാ ചെറുക്കന്. ചെറുക്കൻ പറക്കുവാ. നമ്മുടെ മങ്ങിപ്പോയി വണ്ടി, നമ്മുടെ ക്യാമറ മങ്ങിയതല്ല, ഇരുട്ടായി തുടങ്ങിയതാണ്. കാലാവസ്ഥയ്ക്ക് ഒരുപാട് മാറ്റം വന്നു. ഇരുട്ടായി, പിന്നെ ചെറിയൊരു മഴയുടെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പെയ്യായിരിക്കും, മഴ മൂടലേ ഉള്ളൂ. പെയ്യുമെന്ന് തോന്നുന്നില്ലല്ലേ? പെയ്യുമെന്നും തോന്നുന്നില്ല. കാരണം പക്ഷെ എന്താ പറയാ, ടൗൺ ഏരിയ ആണെങ്കിലും നല്ല പച്ചപ്പും മരങ്ങളും ഒക്കെ ഉണ്ട്, കാണാൻ നല്ലൊരു ഭംഗിയുണ്ടല്ലേ. അതിലൊക്കെ വരുന്നൊക്കെ തന്നെ വെട്ടമായിരിക്കുന്നു. ഇപ്പൊ തന്നെ ഇപ്പൊ 6:30 7 എന്ന് തോന്നുന്നില്ല സമയം. 6:40 പോലും ഇത്രയും വെട്ടമില്ലേ? എല്ലാ വണ്ടികളും അത് ലൈറ്റ് ഒക്കെ ഇട്ടിട്ടാ പോകുന്നത്. നമ്മള് ലൈറ്റ് ഇട്ടിട്ടില്ല, നമുക്ക് ലൈറ്റിലേക്ക് വരാം. അപ്പോൾ എന്തായാലും ഇനി ഞങ്ങള് അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിയുമ്പോ നമുക്ക് കാണാം. സമയം ഇപ്പോൾ 7:30. ഞങ്ങൾ തൊടുപുഴയിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. രാത്രി ആയതുകൊണ്ട് ഇതിനുള്ളിലേക്ക് കാണിച്ചാൽ ഞങ്ങളെ ആരെയും കാണാൻ പറ്റില്ല. അതുകൊണ്ട് വെറും വഴി തന്നെ കാണിച്ചോണ്ടിരിക്കുന്നത്. അതെ പുറത്തേക്ക് കാണുകയാണെങ്കിൽ കുറച്ച് വെട്ടം ഫോൺ എടുത്തോ വീഡിയോ എടുത്തോ എന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ ചേനെ കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ചിരിച്ചടിക്കാൻ പല്ല് മാത്രം കാണിച്ചോ കാണാമോ? അവിടുന്ന് വണ്ടിയുടെ വെട്ടം അടിച്ചിട്ട് അത്രേ കിട്ടുള്ളൂ. ഇനിയും വെക്കണ്ട, ഇനി കാണത്തില്ല. അവിടുത്തെ വണ്ടി ഒരു ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോ മാത്രം വെച്ചിട്ടേ കാര്യമുള്ളൂ. അപ്പൊ എന്തായാലും ഞങ്ങൾ തൊടുപുഴയിലേക്ക് എത്തി. ഇനി അവിടുന്ന് വേറൊരു സ്ഥലത്തൂടെ പോവാ അല്ലെ? തൊടുപുഴ എത്തിയിരിക്കുകയാണ് കേട്ടോ. തൊടുപുഴ ടൗണിലേക്ക് കയറുകയാണ്. ഇവിടുന്ന് തന്നെ നമ്മൾ വീണ്ടും തിരിഞ്ഞത് ആ പോലീസ് വണ്ടി വരുന്നുണ്ടോ, അതിലെ ബൈപ്പാസിൽ കൂടെ കയറി തൊടുപുഴ ടൗണിലേക്ക് കയറാതെ തന്നെ, ടൗൺ ടച്ച് ചെയ്യാതെ നമ്മൾ ഇവിടെ നിന്ന് കയറി പോവാണ്. പാലായിക്കൂടെ വന്ന് കയറിയ പോലെ തന്നെ ഇതിലേ കയറി മേളിലേക്ക് ബൈപ്പാസ് കയറി നമ്മളിന്ന് ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ മാറി. എവിടെയാണ് സ്ഥലത്തിന്റെ പേര്? ആ സ്ഥലം ഏതാണ് സ്ഥലം? ആലക്കോട്. അതെ, ആ ഒരു സ്ഥലത്ത് നമ്മൾ തൽക്കാലം ഇന്ന് സ്റ്റേ ചെയ്യാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും തൊടുപുഴയോ ആലക്കോടോ ഒക്കെ ഉണ്ടെങ്കിൽ ഹായ് പറയണേ. അപ്പൊ പിന്നെ നമ്മുടെ ചലഞ്ച് വീഡിയോകളും ഈ ഭാഗങ്ങളിലൊക്കെ ഉണ്ടായിരിക്കും എന്ന് വിശ്വസിക്കാം. നമുക്ക് എന്താ പറയാ, നമ്മുടെ മുന്നിൽ വരുന്ന ആരാണോ അവരാണ് നമ്മുടെ മത്സരാർത്ഥി, ചലഞ്ചർ. അതാരുമാവാം, അത് പരമാവധി അർഹതപ്പെട്ടവർ തന്നെ ആകണമേ എന്ന് പ്രാർത്ഥന. അതെ, നമ്മൾ കൊടുക്കുമ്പോഴും നമുക്ക് ആ ഒരു പ്രാർത്ഥന, കിട്ടുന്നവർക്ക് അത് കിട്ടിയാൽ എന്തെങ്കിലും ഉപകാരത്തിൽ എത്തിക്കണമേ എന്നൊരു ഇത് മാത്രം. കാരണം ഇന്ന് നമ്മൾ ആകെ ചെയ്തത് ഒരു വീഡിയോ കാണിച്ചില്ലേ? നമുക്ക് ആ ഒരാളെയാണ് കണ്ടെത്തിയതും ചെയ്യാൻ പറ്റിയത്. അതും പള്ളി കഴിഞ്ഞ് കൃത്യം ഇറങ്ങിയ സമയത്താണ് ഇന്ന് ആ ഒരാളെ കാണാനിടയായത്. കണ്ടത് തന്നെ എന്തായാലും വളരെ വളരെ അർഹതപ്പെട്ട ഒരാളിലേക്ക് അത് എത്തിക്കാൻ പറ്റി. അപ്പോൾ ഇനിയും അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ അർഹതപ്പെട്ടവരുണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ നമുക്ക് സാഹചര്യമൊക്കെ എല്ലാം കൂടെ ഒത്തുചേർന്നൊരു സമയത്താണത്. അവരുടെ സമയം അല്ലെങ്കിൽ അവരുടെ ഭാഗ്യ ആ സമയം ദൈവം കൊണ്ട് എത്തിക്കുന്ന അല്ലേ? അപ്പോ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു, തൊടുപുഴ കൊണ്ട് അവസാനിപ്പിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ.
ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.